നമസ്കാരം. പശ്ചിമേഷ്യയിൽ വരുന്ന ഓരോ സ്ഫോടന ശബ്ദവും യുദ്ധഭൂമിയിൽ മാത്രം ഒതുങ്ങുന്നില്ല. അതിന്റെ പ്രതിധ്വനി പലപ്പോഴും ഇന്ത്യയുടെ സാമ്പത്തിക താല്പര്യങ്ങളിലേക്കും ഊർജ്ജ സുരക്ഷയിലേക്കും വ്യാപാര പാതകളിലേക്കും എത്താറുണ്ട്. ഇറാനെതിരായ അമേരിക്കൻ സൈനിക നടപടികൾക്കു ശേഷം വീണ്ടും ചർച്ചയാകുന്നത് ചബഹാർ തുറമുഖത്തിന്റെ ഭാവിയാണ്. ഇന്ത്യയുടെ വിദേശ നയത്തിലും വ്യാപാര തന്ത്രത്തിലും നിർണായക സ്ഥാനമുള്ള ഈ തുറമുഖം പുതിയ ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വത്തിന്റെ കേന്ദ്രമായി മാറുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. വെടിനിർത്തൽ ധാരണയൊക്കെ പൊളിഞ്ഞതോടെ പരസ്പരം ആക്രമണം പഠിപ്പിച്ചിരിക്കുകയാണ് യുഎസും ഇറാനും. ഇറാനിലെ 90ഓളം സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഉന്നം വെച്ചായിരുന്നു യുഎസിന്റെ ആക്രമണം. തിരിച്ചടിയെന്നോണം സമീപ രാജ്യങ്ങളിലെ യുഎസ് സേനാ താവളങ്ങൾക്ക് നേരെ ഇറാനും ആക്രമണം നടത്തി. ഇറാനിലെ ബുഷേർ, ചബഹാർ, ബന്ദർ അബ്ബാസ്, സിറിക്, അബു മൂസ, ഖാർദ്വീപ് തുടങ്ങിയ ഇടങ്ങളിലായിരുന്നു യുഎസ് ആക്രമണം ഉണ്ടായത്. ഇതിൽ ചബഹാറിൽ നടന്ന ആക്രമണം ഫലത്തിൽ ആഘാതമാകുന്നത് ഇന്ത്യക്കാണ്. ഇറാനിലെ സാഹചര്യങ്ങൾ കൂടുതൽ സംഘർഷഭരിതമായതോടെ ഇന്ത്യ വികസിപ്പിച്ചു വരുന്ന ചബഹാർ തുറമുഖ പദ്ധതിയുടെ ഭാവിയെക്കുറിച്ചും ആശങ്കകൾ ഉയരുകയാണ്. ഇറാന്റെ തെക്കുകിഴക്കൻ തീരത്തുള്ള ഈ തുറമുഖം ഇന്ത്യക്ക് ഒരു അടിസ്ഥാന സൗകര്യ പദ്ധതി മാത്രമല്ല, പാകിസ്ഥാനെ മറികടന്ന അഫ്ഗാനിസ്ഥാനും മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം വികസിപ്പിക്കാൻ സഹായിക്കുന്ന സുപ്രധാന തന്ത്രപരമായ കവാടം കൂടിയാണ്. ഇന്ത്യ വൻ നിക്ഷേപത്തോട് സജ്ജമാക്കിയ തന്ത്രപ്രധാന തുറമുഖം സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനുമായി ഏറെ അടുത്തുള്ള ചബഹാറിലാണ്. ഇറാനുമേൽ ട്രംപ് ഭരണകൂടം നേരത്തെ പ്രഖ്യാപിച്ച ഉപരോധം കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ചബഹാർ തുറമുഖത്തിനും ബാധകമാക്കിയത് ഇന്ത്യക്ക് തിരിച്ചടിയായിരുന്നു. ഇന്ത്യയുടെ ആവശ്യത്തെ തുടർന്ന് അനുവദിച്ച ഉപരോധ ഇളവിന്റെ കാലാവധി ഈ വർഷം ഏപ്രിലിൽ അവസാനിച്ചു. ഇതിനിടെ ഇറാനുമേൽ യുഎസ് ഇസ്രായേൽ സഖ്യം യുദ്ധവും ആരംഭിച്ചത് ഇന്ത്യയെ ആശങ്കപ്പെടുത്തിയിരുന്നു. യുദ്ധാഘാതം മാറും വരെ ചബഹാറിന്റെ നടത്തിപ്പ് ചുമതല ഇന്ത്യ ഇറാനിയൻ കമ്പനികളെ ഏൽപ്പിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളും ഇതിനിടെ വന്നുവെങ്കിലും കേന്ദ്രം നിഷേധിച്ചു. ചബഹാറിനെ കൈവിടില്ല എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെ ഇറാനും യുഎസും വെടിനിർത്തൽ ധാരണയിലെത്തിയത് ഇന്ത്യക്ക് പ്രതീക്ഷകളും നൽകിയിരുന്നു. എന്നാൽ യുദ്ധം വീണ്ടും ആരംഭിച്ചതും അമേരിക്ക ചബഹാറിനെ ഉന്നം വെച്ചതും ഇന്ത്യക്ക് ആശങ്കയാവുകയാണ്. ചബഹാറിലെങ്ങും സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാനിലൂടെ കടക്കാതെ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, അർമേനിയ, അസർബൈജാൻ, കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, റഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലേക്ക് ചരക്കു നീക്കം നടത്താനുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാന കവാടമാണ് ചബഹാർ. അതുകൊണ്ട് തന്നെ ചബഹാർ ഇന്ത്യക്ക് ഏറെ നിർണായകവുമാണ്. റഷ്യയിൽ നിന്ന് മധ്യേഷ്യ വഴി ഇറാനിലേക്ക് നീളുന്ന 7000 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ഗതാഗത ഇടനാഴിയിലേക്കുള്ള തന്ത്രപ്രധാന ലിങ്ക് കൂടിയാണ് ചബഹാർ. INSTCയുടെ ഭാഗമായി ചബഹാർ തുറമുഖത്ത് നിന്ന് അഫ്ഗാൻ അതിർത്തിക്കടുത്തുള്ള സഹദാൻ വരെയുള്ള 700 കിലോമീറ്റർ നീളം വരുന്ന റെയിൽവേ ഇടനാഴി പുനരുജ്ജീവിപ്പിക്കാനും ഇന്ത്യ ആലോചിക്കുന്നതിനിടെയാണ് ചബഹാറിൽ വീണ്ടും യുഎസ് ആക്രമണമുണ്ടായത്. പാകിസ്ഥാനിൽ വൻ നിക്ഷേപത്തോടെ ചൈന സജ്ജമാക്കുന്ന ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിക്കും ഗ്വാദർ തുറമുഖത്തിനുമുള്ള ഇന്ത്യയുടെ മറുപടി കൂടിയാണ് ചബഹാർ തുറമുഖവും അനുബന്ധ വികസനവും. ഇന്ത്യ കഴിഞ്ഞ വർഷങ്ങളായി പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങളുമായി സമതുലിതമായ നയതന്ത്ര ബന്ധം നിലനിർത്താൻ ശ്രമിച്ചു വരികയാണ്. അമേരിക്കയുമായുള്ള തന്ത്രപരമായ സഹകരണവും ഇറാനുമായുള്ള ചരിത്രപരമായ ബന്ധവും ഒരുപോലെ സംരക്ഷിക്കാനുള്ള സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ നിലവിലെ പ്രതിസന്ധി ഇന്ത്യയുടെ നയതന്ത്ര സന്തുലിതാവസ്ഥയ്ക്കുള്ള മറ്റൊരു പരീക്ഷണമായി മാറുകയാണ്. ഈ ഘട്ടത്തിൽ ഉറപ്പായി പറയാനാകുന്ന കാര്യം ഒന്നു മാത്രമാണ്: പശ്ചിമേഷ്യയിലെ സംഘർഷം നീണ്ടുപോയാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ അതിർത്തികൾ കടന്ന് ലോക വ്യാപാരത്തെയും ഊർജ്ജ വിപണിയെയും ബാധിച്ചേക്കാം. ഇന്ത്യക്കും അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാനാവില്ല. അതിനാൽ ചബഹാർ തുറമുഖത്തിന്റെ സുരക്ഷയും ഇന്ത്യയുടെ വ്യാപാര തന്ത്രപരമായ താല്പര്യങ്ങളും സംരക്ഷിക്കാൻ നയതന്ത്ര ഇടപെടലുകളും സാഹചര്യ മൂല്യനിർണ്ണയവും വരും ദിവസങ്ങളിൽ കൂടുതൽ നിർണായകമാകുമെന്നതാണ് നിലവിലെ വിലയിരുത്തൽ.